അങ്ങനെ ഓരോ നടയിലൂടെയും നടന്ന് അവസാനം ഞങ്ങൾ ഭഗവാന്റെ കിഴക്കേ നടയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രധാന ഗോപുരം. ആ ഗോപുരത്തിൻ്റെ വലതുവശത്ത് തന്നെയായിട്ട് കാണുന്ന ഇതാണ് സംപുഷ്കരണി തീർത്ഥക്കുളം. ഇവിടെയാണോ ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടറിയില്ല. അതാരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം നെക്സ്റ്റ്. ഇതാണ് അവിടുത്തെ തീർത്ഥക്കുളം. പണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ എന്തെങ്കിലും അപകടങ്ങൾ നടക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഫുള്ള് നെറ്റിട്ട് സേഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കുളിക്കാം, ഒരു 3-4 പടി നടന്നിറങ്ങി കുളിക്കാം. ഇതാണ് പ്രധാന ഗോപുരം, പ്രധാന നട, കിഴക്കേ നടയാണ്. ഈ വസന്തോത്സവവും വൈശാഖ മാസവും ഒക്കെ ആയതുകൊണ്ടാവാം നല്ല ദീപാലങ്കാരങ്ങളൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതല്ല, നേരിട്ട് കാണുമ്പോൾ കണ്ണിന് നല്ലൊരു മനോഹാരിതയുണ്ടാവും. നയന മനോഹരമായ ദൃശ്യം എന്ന് വേണമെങ്കിൽ പറയാം. ദാ ഇരുട്ട് വരുംതോറും ആ ലൈറ്റുകൾ പ്രകാശിക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്തായിട്ട് ഈ കാണുന്ന ചെറിയ മണ്ഡപമുണ്ട്. ഇതാണ് സഹസ്ര ദീപാലങ്കാര മണ്ഡപം. സഹസ്ര ദീപാലങ്കാര സമയത്ത് ഭഗവാൻ അവിടെയായിരിക്കും എഴുന്നള്ളുന്നത്. അത്യാവശ്യം നല്ല ജനത്തിരക്ക് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, വൈശാഖ മാസമാണ്. അപ്പോൾ വൈശാഖ മാസം ആയതുകൊണ്ട് ആണോയെന്നറിയില്ല, നല്ല തിരക്കാണ് ഇപ്പോൾ തിരുപ്പതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മുമ്പിൽ വന്ന് സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാട്ടമാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ആളുകളൊക്കെ നടന്നു പോകുന്നതുണ്ടോ, ഇതൊക്കെ ദർശനത്തിനകത്ത് കയറാനുള്ള ആളുകളാണ്. ഇവരൊക്കെ എത്ര മണിക്ക് നിന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സമയം 6:30-7 മണിയോടടുക്കുന്നു. മിക്കവാറും ഇവരൊക്കെ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ക്യൂ നിന്നവരായിരിക്കാം, അറിയില്ല. എന്തായാലും ഇപ്പോഴും അവർക്ക് ദർശനം കിട്ടാനുള്ള സമയമായി. ഇവിടെ നിന്ന് ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. ഇനി ഇപ്പുറത്ത് കാണുന്നതാണ് സുപഥം എന്ന് പറയുന്ന എൻട്രി പോയിൻ്റ്. അതായത് നമ്മൾ കല്യാണോത്സവം, സഹസ്രാലങ്കാര ദീപസേവ അങ്ങനെയുള്ള സേവകൾ കിട്ടുന്നവർക്ക് ഇതിലും വഴിയായിരിക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. സുപഥം കണ്ടല്ലോ എവിടെയാണെന്നുള്ളത്, ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലായിട്ടാണ്. ഇതാ നല്ല തിരക്കുണ്ട് കണ്ടോ. ആ ഫ്ലൈ ഓവറൊക്കെ കയറി ഇറങ്ങി ഇതിലേ വേണം വെങ്കടാചലപതിയെ ദർശിക്കുവാനായിട്ട്. ആളുകളെല്ലാം വളരെ ഭയഭക്തിയോടുകൂടിയും ഇപ്പോൾ വെങ്കടപതിയുടെ ദർശനം കിട്ടും എന്നുള്ളൊരു ആവേശത്തിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ SVBC ചാനൽ, ശ്രീ വെങ്കടേശ്വര സേവാ ഭക്തി ചാനൽ. ആ ചാനലിൽ നമ്മൾ കാണുന്ന പല പരിപാടികളും അവിടെ നിന്നാണ് സംപ്രേക്ഷണം ചെയ്യുന്നത്. ഇനി ഇത് ഭഗവാന്റെ കിഴക്കേ നടയിൽ മുകളിലായിട്ട് ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് കർപ്പൂര ദീപം അല്ലെങ്കിൽ നെയ്വിളക്കൊക്കെ കത്തിക്കുന്നത് ഒരു വഴിപാടാണ്. എന്തിനാണ് അങ്ങനെ കർപ്പൂരം കത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത്, ഇനിയും ഉടനെ തന്നെ നമുക്കൊരു ദർശനം സാധ്യമാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ മുമ്പിൽ അവിടെ കർപ്പൂരം കത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട കർപ്പൂരം കത്തിക്കാൻ എന്താ ഞാനും മേടിച്ചു. ഈ ഒരു പീസ് കണ്ട ഇതിനൊരു 10 രൂപയാണ് അയാൾ പറഞ്ഞത്. പിന്നെ മുമ്പിലായതുകൊണ്ടായിരിക്കാം മാക്സിമം അമ്മമാർ കഴുത്തിറക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കർപ്പൂരം കൊണ്ടുപോയത് നമ്മുടെ ബാഗിൽ തന്നെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. 10 രൂപയാണ് ആ ഒരു ചെറിയൊരു കർപ്പൂരത്തിന് അവർ മേടിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന്. ഞാൻ പുള്ളിയോട് തർക്കിച്ചു, പക്ഷെ അതുകൊണ്ട് ഫലമൊന്നുമില്ല. ഇത് അവിടെ തന്നെയുള്ളൊരു ഹനുമൻ സ്വാമി ക്ഷേത്രമാണ്. അവിടെയും നല്ല തിരക്കുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ടാണ് ഇറങ്ങിയത്. ഇതെല്ലാം ആ അമ്പലത്തിന് ചുറ്റുപാടുമായിട്ടുള്ള കടകളാണ്. പല തരത്തിലുള്ള പല റേറ്റിലുള്ള കാര്യങ്ങൾ, 10 രൂപ തൊട്ട് 100, 1000 വരെയുള്ള സാധനങ്ങൾ നമുക്കവിടെ കിട്ടും. പിന്നെ തൊപ്പികളാണ്, ഇഷ്ടം പോലെ തൊപ്പികളുണ്ട്. കാരണം അവിടെ വരുന്നവരൊക്കെ തൊപ്പി മേടിക്കുമല്ലോ. ഇതവിടെ തന്നെ ഈ തെക്കേ നടയിൽ നിന്ന്, അതായത് നമ്മുടെ അഗ്നികോണിൽ അവിടെ തന്നെ കാണപ്പെടുന്ന ഒരു ഭജന മണ്ഡലിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ വരുമ്പോഴും അവിടെ ഭജന കാണും. എനിക്ക് തോന്നുന്നു അവിടെ എപ്പോഴും ഭജന നടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല രീതിയിൽ തന്നെ അവർ പാടുന്നുണ്ട്. ഒരാൾ, ആ പ്രായമായിട്ടുള്ള വ്യക്തി പാടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭക്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കണം. ഇതാ ഫുഡ്, മാല, പെൺകുട്ടികൾക്ക് പറ്റിയ മാല, വള, എല്ലാ ഐറ്റവും ഉണ്ട്. അവർ 100 രൂപ പറയും. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്താൽ 20 രൂപ 30 രൂപയ്ക്ക് നമുക്ക് കിട്ടും.
ഭഗവാന്റെ ചിത്രങ്ങളാണ്, പലതരത്തിലുള്ള ചിത്രങ്ങൾ. ഇതൊക്കെ 50 രൂപ മുതലുള്ളുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ പാനിപ്പൂരി കഴിക്കാമെന്ന് വെച്ചു. വിശ്വാസം അതിലെ എല്ലാം എന്തായാലും കഴിച്ച് നോക്കാമെന്ന് കരുതി കുട്ടികളും കൂടെ കൂടി ഞാനും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം, നാച്ചുറൽ ഐസ്ക്രീം, അങ്ങനെയുള്ള പല ടൈപ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഏതൊരു കമ്പനിയുടെ ഐസ്ക്രീമാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പ് വരുമ്പോൾ ശൈത്യേന ശാന്തി എന്നാണല്ലോ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം വയറ് നിറയ്ക്കുക എന്നുള്ളതാണ്. അതിനും ഇവിടെ സൗജന്യമാണ്. ഇതാ ആ നേരെ കാണുന്നതാണ് നമ്മുടെ അന്നപ്രസാദ സെൻറ്റർ. നേരെ അവിടെ പോവുക. രാത്രിയിൽ ഊണാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ട്, ഉച്ചയ്ക്ക് ഊണുണ്ട്, രാത്രിയിലും ഊണാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പോയ അതേ ഹാളിൽ തന്നെയാണ് രാത്രിയും കിട്ടിയിരിക്കുന്നത്. നേരെ പോയി. മെനുവിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ചമ്മന്തിയുണ്ട്, പായസമുണ്ട്, പിന്നെ ഈ കറി മാത്രം എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കറിയുടെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചു. വയറും മനസ്സും നിറഞ്ഞു. തിരിച്ച് റൂമിൽ പോയി. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ മെയ് 23 വ്യാഴം, വൈശാഖ പൗർണമി. എല്ലാം കൊണ്ടും ഒരു ശുഭദിനം ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ദർശനത്തിന് പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.